ഹായ് കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാമ്പഴപ്പുളിശ്ശേരിയാണ്. ഈ മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറയുമ്പോൾ ഇത് ഊട്ടുമോരായിട്ട് കാച്ചിയെടുക്കുന്നതാണ്. ഈ ഊട്ടുമോരെന്നാണ് അതിന് പറയുന്നത്. തേങ്ങ അരയ്ക്കാത്തതിനാണ് ഈ ഊട്ടുമോരെന്ന് പറയുന്നത്. അങ്ങനെയാണ്. അതിനാവശ്യമായിട്ടുള്ളത് മാങ്ങ, കറിവേപ്പില, 1 ലിറ്റർ തൈരുണ്ട് കേട്ടോ. നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ്, അധികം പുളിയില്ലാത്ത. ഇഞ്ചി പേസ്റ്റ്, കടുക് വറക്കുന്നതിന് വേണ്ടിയിട്ട് മുളക്, ഈ മാങ്ങയുടെ കൂട്ടത്തിൽ ഇതാക്കാൻ വേണ്ടിയിട്ട് ശർക്കര ഉരുക്കി വെച്ചേക്കുന്നതാണ്, അഴുക്കെല്ലാം കളഞ്ഞിട്ടുള്ള, അതേ കുറച്ച് വേണം. പിന്നെ കടുക്, ഉലുവ, ചെറിയ ഒരു ഉള്ളി, 3-4 പച്ചമുളക്, കായപ്പൊടി, ഉലുവ, മഞ്ഞൾപ്പൊടി, പിന്നെ ഈ മാങ്ങ വേവിക്കാൻ വേണ്ടിയിട്ട് ഇടാനുള്ള കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും വേറെ വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടിയത്. ഊട്ടുമോര് കാച്ചുക എന്നാണ് പറയുന്നത് ഇതിന് കേട്ടോ. മാമ്പഴപ്പുളിശ്ശേരി എന്നും പറയും. ഇത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത്, പല നാട്ടിലും പല രീതിയിലായിരിക്കും പറയുന്നത്. ഇത് ഞങ്ങളിവിടെ പറയുന്ന ഊട്ടുമോര് കാച്ചുക എന്ന്. ഊട്ടുമോരെന്ന് പറഞ്ഞാൽ തേങ്ങ അരയ്ക്കാത്തത് കൊണ്ടാണ് ഈ ഊട്ടുമോരെന്ന് പറയുന്നത്. തേങ്ങ അരച്ച് കഴിഞ്ഞാൽ കൊണ്ട് പെട്ടെന്ന് ചീത്തയായിപ്പോവും. ഇത് നമുക്ക് ചീത്തയാവത്തില്ല. ഒരാഴ്ചയൊക്കെ നമ്മൾ കേടുകൂടാതിരിക്കും ഇത് നല്ല ഇതായിട്ട് വെച്ച് കഴിഞ്ഞാലെ കൊണ്ട് കണ്ടോ. അപ്പം അതിനാവശ്യമായ സാധനങ്ങളാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് തീ കത്തിച്ച് ഈ മാങ്ങ ഒന്ന് വേവിക്കാൻ വെക്കാം. മാങ്ങയ്ക്കകത്തോട്ട് നമ്മൾ അങ്ങ് എടുത്ത് വെച്ചിരുന്ന കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ മാങ്ങ വേവാനുള്ള 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് കണ്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നമുക്ക് ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര കുറച്ചിട്ട് കൊടുക്കാം. അത് നമുക്ക് ആവശ്യത്തിനുള്ള, ഇത് മാങ്ങയ്ക്ക് മധുരം ഉള്ളതാണ്. അപ്പോൾ ഇതിന് കുറച്ച് മതി കണ്ടോ. അപ്പം നമ്മൾ ഇത്രയും ഒഴിച്ച് കൊടുക്കും. ഇനി ഇതൊന്ന് വേകട്ടെ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേകാൻ അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മുടെ മാങ്ങ വേഗം വെച്ചത് എന്തുവായി നമുക്കൊന്ന് നോക്കാം. കണ്ടോ, നല്ലവണ്ണം വെന്ത് ഇതായി. നമുക്കിനി ഇതിൻ്റെ തീ ഒന്ന് കെടുത്താം. ഇനി ഇതൊന്ന് തണുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റുള്ള ചേരുവയെല്ലാം കൂടി ഒന്ന് കടുക് വറുത്തിട്ട് മോരിൻ്റെ ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് തീയൊക്കെ കത്തിച്ചേ മോരൊക്കെ കാച്ചാനുള്ള പരിപാടിയിലേക്ക് പോകാം. ചീനിച്ചട്ടി എടുത്ത് വെച്ചു. ഉണ്ടോ, ഇതിലേക്ക് കുറച്ച് എണ്ണയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു നേരത്തെ. കടുക് വറുക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണ. എണ്ണയൊന്ന് ചൂടാകട്ടെ. എണ്ണയൊന്ന് ചൂടായി നമുക്കിനി ഒന്ന് കടുക് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് ഉലുവായിലിട്ട് കൊടുക്കാം. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം.
കടുക് ഉരുവായും പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉള്ളി, പച്ചമുളക്, ആ കൂട്ടത്തിൽ നമുക്ക് ഈ ചുമന്ന മുളക് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3-4 ചുമന്ന മുളക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടി ഇഞ്ചി പേസ്റ്റ്, നീട്ടോട്ടണം. കൂട്ടത്തിൽ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറവ് മതി. നമ്മൾ പഞ്ചസാര ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കും. കരിയാപ്പില, കുറച്ച് ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മോരിലേക്ക്, അത് രണ്ടും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുക്കും. എല്ലാവരും കായപ്പൊടി ചേർക്കോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇവിടെ ഞങ്ങൾ കായപ്പൊടി ചേർക്കും കേട്ടോ. അതാണ് ഇത്. അതെല്ലാം മൂത്ത് വന്നു. ഇനി ഇതിൻ്റെ മേമ്പടിയായിട്ട് ഒരു ശകല മുളക് പൊടി, ഒരു പിഞ്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കടുക് വറക്കുന്നതിനകത്തോട്ട് നല്ല മൂത്ത മണം വരുന്നുണ്ട് എല്ലാത്തിൻ്റെയും കൂടെ. ഇനിയും നമുക്കിതിനകത്തോട്ട് ഇതിൻ്റെ തീ ഒന്ന് കെടുത്തണം. തീ കെടുത്തിയതിന് ശേഷം വേണം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ. നല്ല തൈരാണ്, തൈര് ചേർക്കുകയാണ്. 1 ലിറ്റർ തൈരുണ്ട്. തൈര് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ പതുക്കെ ഒന്ന് തീ ഒന്ന് കത്തിക്കുന്നു. ഇതുമാണ് ഇതിൻ്റെ കണ്ണായ സാധനം നമുക്ക് ചേർക്കേണ്ടത്. നമുക്കിനി ഇതിൻ്റെ തീ അങ്ങ് കെടുത്താം.
നമ്മൾ ഈ മാമ്പഴം പുഴുങ്ങി നമ്മൾ വെച്ചേക്കുന്നതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴം അങ്ങനെ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് ഇതാക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയാണ്. ഓട്ടുമോര് കാച്ചുക എന്നാണ് പറയുന്നത് ഇവിടൊക്കെ. നമ്മൾ ഓട്ടുമോര് കാച്ചുകയാണ്. ഈ ചെറുതായിട്ട്, ഒത്തിരി തീ വേണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ മോര് പിരിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. മീൻപൊടിയായിട്ട് ഒരു തണ്ട് കരിയാപ്പിലയോടെ ഇട്ടു. അപ്പം നമുക്ക് തീ ഓഫാക്കാം. ഇതാണ് ഇന്നത്തെ എൻ്റെ മാമ്പഴപ്പുളിശ്ശേരി, ഒട്ടുമോര് മാമ്പഴപ്പുളിശ്ശേരി. ഒട്ടുമോരെന്നാണ് പറയുന്നത്. ഇത് നമുക്കൊരാഴ്ച, 1.5 ആഴ്ചയൊക്കെ ഇങ്ങനെ ഇരിക്കും ഇത് കേട്ടോ. ഇത് തേങ്ങ ചേർക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ളത്. അപ്പം ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒരു ഷെയറും കൂടെ ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഓക്കെ, ബൈ.